സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ ബേസിലിൻ്റെ ഷെയ്ക്ക് ഹാൻഡ് ശാപത്തിൻ്റെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ 2 പേര് കൂടെ കടന്നു വന്നിരിക്കുകയാണ്. ഷെയ്ക്ക് ഹാൻഡിനായി കൈനീട്ടി പുതുതായി എയറിലായിരിക്കുന്നത് മമ്മൂട്ടിയും രമ്യ നമ്പീശനുമാണ്. ഇതോടുകൂടി മലയാള താരങ്ങളെ വേട്ടയാടുന്ന ഈ ഷെയ്ക്ക് ഹാൻഡ് ശാപം വീണ്ടും ചർച്ചയാകുകയാണ്. സംഭവത്തിന് ആദ്യം ഇരയാകുന്നത് നടൻ ടൊവിനോ തോമസ് ആയിരുന്നു. പുതിയ ചിത്രത്തിൻ്റെ പൂജ നടക്കുമ്പോൾ ആരതി ഒഴിഞ്ഞ് പൂജാരി നൽകുമ്പോൾ ടൊവിനോ കൈ നീട്ടിയെങ്കിലും പൂജാരി അത് കാണാതെ മാറിപ്പോവുകയായിരുന്നു. ടൊവിനോയുടെ അടുത്തുണ്ടായിരുന്ന ബേസിൽ ജോസഫ് ചിരിയടക്കാൻ കഷ്ടപ്പെടുന്ന വീഡിയോ വൈറലായിരുന്നു. ഇതിനുശേഷം സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ സമ്മാനദാന ചടങ്ങിനിടെ ബേസിലിനും സംഭവം നടക്കുന്നത്. ടീമിലെ ഒരു മത്സരാർത്ഥിക്ക് ബേസിൽ കൈ നീട്ടിയെങ്കിലും അത് കാണാതെ നടൻ പൃഥ്വിരാജിന് മത്സരാർത്ഥി ഷെയ്ക്ക് ഹാൻഡ് നൽകി മടങ്ങുകയായിരുന്നു. സംഭവത്തിൽ നിരാശനായി നിൽക്കുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പിന്നീട് വൈറലായത്. ബേസിലിൻ്റെ വീഡിയോയ്ക്ക് ടൊവിനോയും നസ്രിയും സഞ്ജു സാംസണും ഉൾപ്പെടെ നിരവധി പേര് കമൻറ്റ് ചെയ്തിരുന്നു. ഇതോടുകൂടി ഷെയ്ക്ക് ഹാൻഡ് നൽകി ചമ്മിപ്പോകുന്നവർക്ക് ബേസിൽ സംഭവം എന്ന പേരും വന്നു. ശേഷം നടി ഗ്രേസ് ആൻ്റണി പുതിയ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചിനിടെ സുരാജ് വെഞ്ഞാറമൂടിന് കൈ നൽകാതെ മടങ്ങുന്നതും ലിസ്റ്റിലേക്ക് എത്തിയ അടുത്ത ഇരയായിരുന്നു. ഇപ്പോൾ മമ്മൂട്ടിയും രമ്യ നമ്പീശനും ഈ ലിസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് കൈ കൊടുക്കാൻ നീട്ടുന്ന മമ്മൂക്കയും അത് ശ്രദ്ധിക്കാതെ കുട്ടി മറ്റൊരാൾക്ക് കൈ കൊടുക്കുന്ന വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത്. മത്സരാർത്ഥിക്ക് മെഡൽ നൽകുന്ന ഭാവനയുടെയും രമ്യ നമ്പീശനും ലിസ്റ്റിൽ വന്ന അടുത്ത ആളാണ്. ഭാവനയോട് സംസാരിച്ച് കൈ കൊടുത്ത ശേഷം മുന്നോട്ട് പോയ മത്സരാർത്ഥി രമ്യയ്ക്ക് കൈ കൊടുക്കാൻ നീട്ടിയെങ്കിലും അത് മൈൻഡാക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഈ വീഡിയോ പ്രചരിച്ചതോടെ ബേസിൽ ശാപം വീണ്ടും മലയാള സിനിമയെ പിടിമുറുക്കിയിരിക്കുകയാണ് എന്നാണ് ട്രോളുകൾ വരുന്നത്. Thank you.